ആരോഗ്യമന്ത്രി ആക്രമിക്കുന്ന വീഡിയോ നൽകുന്നവർക്ക് 1 പവൻ സ്വർണം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടേതാണ് പ്രഖ്യാപനം. വീഡിയോ പുറത്തുവിടുന്നവർക്ക് KSU കുഴിമന്തിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ വാശിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഈ പറയുന്ന മന്ത്രി വീണ ജോർജിനെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കുന്നു എന്ന് പറയപ്പെടുന്ന വീഡിയോ തെളിവ് ഹാജരാക്കുന്നവർക്കാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി 1 പവൻ സ്വർണം നൽകും എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. KSUവിൻ്റെ മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റി നേരത്തെ ഇത്തരത്തിലുള്ള വീഡിയോ ഉണ്ട് എങ്കിൽ അത് ഹാജരാക്കുന്നവർക്ക് കുഴിമന്തി നൽകും എന്നുള്ള ഒരു ചലഞ്ച് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു വാശിയേറിയ പ്രതികരണങ്ങളിലേക്ക്, പരിഹാസം കലർന്നിട്ടുള്ള ചില ചലഞ്ചുകളിലേക്കൊക്കെ പോകുന്നു. KSU തന്നെ നേരത്തെ തന്നെ KSUവും യൂത്ത് കോൺഗ്രസും കോൺഗ്രസിൻ്റെ നേതാക്കളും ഒക്കെ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു വീഡിയോ ദൃശ്യമില്ല. ആ വീഡിയോ ദൃശ്യം ഇല്ലാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ഒരു അക്രമ സംഭവം അവിടെ നടന്നിട്ടില്ല എന്നത് തന്നെയാണ് KSU നേതാക്കളുടെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ CPM നേതാക്കൾ പറയുന്നത് അവിടെ മന്ത്രിയുടെ കഴുത്തിലേക്ക് KSU പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തുകയും മന്ത്രിയുടെ കഴുത്തിന് ക്ഷതമേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ CPM പറയുന്നത് പോലെ ഒരു വീഡിയോ ദൃശ്യം അത് സാധൂകരിക്കുന്ന ഒരു തെളിവ് ഹാജരാക്കുന്നവർക്ക് 1 പവൻ സ്വർണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി. അതുപോലെ തന്നെ KSUവിൻ്റെ മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റി ഈ പറയുന്ന വീഡിയോ ദൃശ്യം ഹാജരാക്കി കഴിഞ്ഞാൽ കുഴിമന്തി നൽകും എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. അത് സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി, ദേശീയ ഭാരവാഹിയായിട്ടുള്ള അബിൻ വർക്കിയും ഇപ്പോൾ അതേ രീതിയിൽ തന്നെയുള്ള ഒരു പ്രഖ്യാപനമാണ്. ഇങ്ങനെ ഒരു വീഡിയോ ദൃശ്യം ഹാജരാക്കി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഇനാം നൽകും എന്നുള്ളതാണ് ഇപ്പോൾ അബിൻ വർക്കിയും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരു വാശിയേറിയ പ്രതികരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്.